അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും നല്ലത് പറയാനും നല്ലത് കാണാനും നല്ലത് ചിന്തിക്കാനും കഴിയുന്ന ഒരു മനസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്നേഹമുള്ളവരെ, നമ്മുടെ നാടിൻ്റെ ഓരോ അവസ്ഥ ഓരോ ദിവസം ചെല്ലുന്തോറും പല രീതിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, പുതിയ പുതിയ വാർത്തകൾ കൊണ്ട്, പുതിയ പുതിയ സംഭവവികാസങ്ങൾ കൊണ്ട് ഓരോ പ്രഭാതങ്ങളും നമ്മളെ ഉണർത്തുമ്പോൾ ആ സംഭവങ്ങളുടെ പുറകെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള മനോവിഷമങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അത്തരം മേഖലകളിലേക്ക് നേരിട്ട് ചെല്ലുന്നവരും അതുപോലെ ഓൺലൈൻ മീഡിയ വഴി പ്രതിഷേധമർപ്പിക്കുന്നവരും പരിഹസിക്കുന്നവരുമൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വയനാട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ സംഭവിച്ച ആ ഒരു ദുരന്തത്തിൽ ഒരു പ്രദേശം മുഴുവനും ഇല്ലായ്മയാവുകയും കുറച്ചാളുകൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നാട്ടിൽ ദൈവസ്നേഹികളും ദൈവത്തെ വിമർശിക്കുന്നവരും, എങ്കിൽ ദൈവവിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ വിഷയങ്ങളെ കാണുമ്പോൾ അറിയാതെ പരിഹസിച്ചു പോകുന്ന ശീലമുള്ളവരുമൊക്കെ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മതപരമായ തർക്കങ്ങളും രാഷ്ട്രീയപരമായ തർക്കങ്ങളുമൊക്കെ കൊണ്ട് മനുഷ്യൻ പരസ്പരം ഭിന്നതയുടെ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്തോ മനുഷ്യരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രകൃതി അറിയാതെ ഒന്ന് പൊട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം മറന്നുകൊണ്ടൊന്നിക്കുന്ന ഇത്തരം ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കുടുംബത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ ആ കുടുംബത്തിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഒരു മാതാവ് തൻ്റെ മകൾ അല്ലെങ്കിൽ തൻ്റെ മക്കൾ അനുസരിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ, അവരോട് നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കേൾക്കാതെ വരുമ്പോൾ, അവരുടെ വാശിയിൽ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവരെ അടക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. നീ അങ്ങനെ പോയാൽ ഞാനിവിടെ കെട്ടിത്തൂങ്ങിച്ചാകും. ഒരുപക്ഷെ മാതാവിനോട് വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു വാക്കിൽ ചിലപ്പോൾ നിശ്ചലമാകും. അപ്പോൾ അവൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവൾ കണ്ട വഴി ഒരുപക്ഷെ അവൾ ഉപേക്ഷിക്കും. എന്നിട്ട് തൻ്റെ രക്ഷിതാക്കളിലേക്ക് ചേർന്ന് നിൽക്കും. എന്നതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നാട്ടിൽ വിശ്വാസികളും അവിശ്വാസികളുമൊക്കെയായി മനുഷ്യർ പരസ്പരം പോരടിക്കുമ്പോൾ അറിയാതെ പലതരത്തിലുള്ള സംഭവവികാസങ്ങൾ അരങ്ങേറുന്നു. അപ്പോൾ എല്ലാം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ആ വിഷയത്തിൽ പങ്കാളികളാകുന്നു. എത്രയോ അനുഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓരോ ഓൺലൈൻ മീഡിയകളിലും നമ്മൾ പ്രധാന ഹെഡ്ലൈനായിട്ട് കാണുന്നതുണ്ട്, ഒരു ദുരന്തം വരുമ്പോൾ കേരളം ഒന്നിക്കും. ഒരു ദുരന്തം വരുമ്പോഴാണ് കേരളം ഒന്നിക്കുന്നത്. ആ ദുരന്തമൊന്ന് മാഞ്ഞു പോയി കഴിഞ്ഞാൽ കേരളം ഭിന്നിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭിന്നതയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കേരളം, ഈ കേരളത്തെ ഉന്മൂലനം ചെയ്യാനായി പലതരത്തിലുള്ള ദുഷ്ടശക്തികളും പല രീതിയിലും പല ആസൂത്രണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട്
രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടുമൊക്കെ തമ്മിൽ തല്ലി മുന്നോട്ടു പോകുമ്പോൾ, ഓരോ വിഭാഗങ്ങളും ഭിന്നിക്കപ്പെടുമ്പോൾ അറിയാതെ ഒരു പ്രളയം, ഒരു ഉരുൾപൊട്ടൽ, അങ്ങനെ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടവരായിരുന്ന, പരസ്പരം ഭിന്നിപ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ സ്വത്തിൻ്റെ പേരിൽ, അങ്ങനെ പല പേരിലും തർക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലേക്ക് മാഞ്ഞു പോകുമ്പോൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തുന്ന ഈ ഭിന്നിപ്പോടുകൂടി നിന്ന എല്ലാ ആളുകളും ഒരുമയോടുകൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ അവിടെ നടന്ന ദുരന്തത്തിൽ പങ്കാളികളാവുകയും അവിടെ വേണ്ട സഹായ വാഗ്ദാനങ്ങൾ നൽകുകയും അവിടെ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥമായി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേകം ആളുകളെ നമ്മൾക്ക് ഓരോ സംഭവങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ശാന്തമായി വരുമ്പോൾ വീണ്ടും പരസ്പരം ഭിന്നിപ്പിൻ്റെ ഒരവസ്ഥയാണ് മനുഷ്യരിൽ കാണാൻ കഴിയുന്നത്. എല്ലാവരുടെയും വിശ്വാസം അവരവർക്ക് വലുതാണ്. അത് നമ്മുടെ ഹൃദയത്തിലിരിക്കട്ടെ. അതാരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. നമ്മൾ സഹോദരന്മാരാണ്. പരസ്പരം സ്നേഹത്തോടുകൂടി ഒരു സംഭവം നടക്കുമ്പോഴല്ല സാഹോദര്യം വേണ്ടത്. അതിനു മുന്നേ ആ സാഹോദര്യമുണ്ടെങ്കിൽ ഒരു സംഭവം ഉണ്ടാകില്ല. അപ്പോൾ സംഭവങ്ങൾ ഉണ്ടാകാൻ സാഹോദര്യം നഷ്ടപ്പെടണമെന്നുള്ളത് ആരുടെ ആഗ്രഹമാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു ചരിത്രം ഓർമ്മ വരികയാണ്. പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സൂറ, മൂസാ നബിയുടെ ചരിത്രം. ആ ചരിത്രം ഒന്ന് വായിച്ചു പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഫറോവ എന്ന് പറയുന്ന ഒരു അധികാരമോഹിയുടെ ആവേശത്തിൻ്റെ ഒരു വലിയ പ്രക്രിയ, ഒരു അടച്ച് ഭരണം, ആ ഭരണം എങ്ങനെ അവസാനിച്ചു എന്നുള്ള ഒരു കഥ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ കാണാം, ബൈബിളിൽ നോക്കിയാലും കാണാം. ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും അവരവരുടെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധികം പരാമർശിച്ചിട്ടുള്ളൊരു പേരാണ് മൂസ അഥവാ മോശ. ഈ പ്രവാചകന്റെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആ ഫറോവ ഇസ്രായേൽ വംശജരെ കൊന്നെടുക്കാൻ വളരെ ആവേശത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ടു. കാരണം അവരുടെ വർധനവ് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഇസ്രായേൽ വംശത്തിൽ ജനിച്ച, ആ പാരമ്പര്യത്തിൽ ജനിച്ച ഒരാളാണ് മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബി അലൈഹി സ്വലാം, ആ മൂസാ നബി ജനിച്ചപ്പോൾ ആ ജനിച്ച കുട്ടിയെ ഒരു പുഴയിൽ ഒഴുക്കുകയും ആ ഒഴുക്കിവിട്ട ആ കുട്ടി ഈ ഫറോവയുടെ ഭാര്യയായ അവരുടെ അരികിലെത്തുകയും അവർ ആ കൂട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും ഭാര്യയോട് വളരെയധികം സ്നേഹമുള്ള ഫറോവ അവരെ അനുസരിക്കുകയും ആ കുട്ടി ആ കൊട്ടാരത്തിൽ വളരുകയും അങ്ങനെ അവിടെ വെച്ചുണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടുകടത്തപ്പെടുകയും അങ്ങനെ മറ്റൊരു നാട്ടിൽ ചെന്നുകൊണ്ട് അവിടെ വിവാഹം കഴിക്കുകയും അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭാര്യയും കൂട്ടി തിരിച്ചു പുറപ്പെടാൻ നേരത്ത് മലമുകളിൽ കണ്ട ഒരു പ്രകാശത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു കഥയാണ് ദൈവത്തിൻ്റെ വെളിപാട്. ആ വെളിപാടിൽ ഫറോവയുടെ അരികിലേക്ക് താൻ പോകണമെന്നും ഫറോവയെ നേരെയാക്കണമെന്നൊക്കെയുള്ള ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഭയം അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥമാക്കി. തന്മൂലം ദൈവം മൂസാ നബിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു, ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവ് കൊടുത്തു. എങ്കിലും തൻ്റെ സഹോദരൻ
ഹാറൂനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം മൂസാ നബിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു ചരിത്രം എല്ലാ മുസ്ലിം സമുദായത്തിനും അറിയാം. അതുപോലെ തന്നെ എല്ലാ ക്രിസ്ത്യൻ സമുദായത്തിനും അറിയാം. അതുപോലെ തന്നെ അത് കേട്ട് മനസ്സിലാക്കിയ മറ്റു സഹോദരങ്ങളും ഉണ്ടാകും. അപ്പോൾ അവിടെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന പല സംഭവങ്ങളും, അരങ്ങേറുന്ന കാഴ്ചകൾ, പലതരം അത്ഭുതങ്ങൾ, എന്തു കണ്ടിട്ടും മനസ്സിനൊരു കുലുക്കവുമില്ലാതെ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഫറോവയെ ഏത് രീതിയിൽ ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ മൂസാ നബിയുടെ അത്ഭുത പ്രതിഭാസങ്ങൾ കണ്ടുകൊണ്ട് മറ്റുള്ളവർ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അവിടെ നിന്ന് ആ കൂട്ടത്തെ മുഴുവനും രക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നൈൽ നദിയുടെ അരികിലെത്തുമ്പോൾ ഫറോവയും കൂട്ടരും അവരെ പിടികൂടാനും അവരെ കൊന്നുകളയാനുമൊക്കെ ശ്രമിച്ചു കൊണ്ടുവരുമ്പോൾ ആ നൈൽ നദി രണ്ടായി പിളർന്ന് മാറിക്കൊണ്ട് മറുകരയിലേക്ക് എത്തപ്പെടുകയും ആ നൈൽ നദിയിൽ ഫറോവയും കൂട്ടരും മുങ്ങിച്ചാകപ്പെടുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ നൈൽ നദിക്കപ്പുറത്ത് വരികയും അവിടെ മറ്റുള്ളവരെല്ലാം ഇരുത്തുകയും തൻ്റെ ദൈവത്തിനെ തേടി ഒന്ന് നടന്ന് തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഒരു അശരീരി, ഏ മൂസ, നീ എന്തിനാണ് എൻ്റെ അടുക്കിലേക്ക് വന്നത്? തന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം എന്താണോ ആ ദൗത്യത്തിൻ്റെ ഒരു പൂർത്തീകരണം നടത്തിയ പോലെയാണ് മൂസാ നബി ചെല്ലുന്നത്. ഫറോവയെ നേരെയാക്കാൻ പറഞ്ഞിട്ട് ഫറോവയെ മുക്കിക്കൊന്നിട്ടാണ് മൂസാ നബി വന്നിരിക്കുന്നത്. ധാരാളം വിശ്വാസികളെ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ദൈവം പറയുന്നു, നിന്നെ വിശ്വസിച്ച് കടന്നു വന്നവരെല്ലാം ഇപ്പോൾ അവിശ്വാസികളാണ്. നീ ഇങ്ങോട്ട് കാണാൻ വന്ന സമയത്ത് ഞാൻ അവിടെ പോയി അവരെയൊക്കെ ചീത്തയാക്കി. ഞാൻ പലപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമാണ്, അത്ഭുതങ്ങൾ കണ്ട് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഒരാളെ പിന്തുടരുകയും അങ്ങനെ പിന്തുടർന്നു വന്നപ്പോൾ എന്തിനാണ് ദൈവം അവരെ പോയി ചീത്തയാക്കിയത്? നമ്മളെല്ലാവരും വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഫറോവയുടെ ആ ശരീരം സൂക്ഷിക്കപ്പെട്ട് ഒരു മ്യൂസിയത്തിലുണ്ട്. എന്തിനാണ്? എത്രയോ പ്രവാചകന്മാരിവിടെ ഉണ്ടായി, ആരുടെയും ശരീരം സൂക്ഷിച്ചിട്ടില്ല. എങ്കിൽ ഫറോവയുടെ ശരീരം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എന്തിനാണത് സൂക്ഷിക്കപ്പെട്ടത് എന്ന് നാം ഓരോരുത്തരും പഠിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കതിനെ ഒരു ഉത്തരം കിട്ടുകയുള്ളൂ. നമ്മളാരും ചിന്തിക്കാതെ പോകുന്നൊരു വിഷയമാണിത്. ഇത്രയും ആളുകൾ വിശ്വാസികളായി കടന്നു വന്നിട്ട് അവരെല്ലാം ദൈവം പോയി ചീത്തയാക്കിയത് എന്തിനാണ്? മൂസാ നബിയോട് പറയുന്നു, നീ ഇങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ ചെല്ലുകയും അവരെ ചീത്തയാക്കുകയും ചെയ്യും. അവരെ വഴിപിഴച്ചവരാണ്. അങ്ങനെ വളരെയധികം ദുഃഖത്തോടുകൂടി വരുമ്പോൾ ഒരു ബിംബം വെച്ചുകൊണ്ട് നഗ്നരായി നൃത്തം ചെയ്യുന്ന താൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളുകളുടെ മാറ്റം കണ്ടപ്പോൾ വല്ലാതെ അസ്വസ്ഥതയോടുകൂടി ഹാറൂനെ നോക്കിയപ്പോൾ ഹാറൂൻ പറഞ്ഞു, ദാ അയാളാണ് ഇതിനെല്ലാം കാരണം. ആര്? സാമിരി. സാമിരിയാണ് ഇവരെയൊക്കെ ചീത്തയാക്കിയതെന്ന് ഹാറൂൻ പറയുമ്പോൾ യഥാർത്ഥമായ സത്യം മൂസാ നബിക്കറിയാം. അപ്പോൾ ഹാറൂനെ സംബന്ധിച്ചിടത്തോളം അവരെ ചീത്തയാക്കിയത് സാമിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മൂസാ നബിക്ക് യഥാർത്ഥമായ സത്യം അറിയാം, ഇവരെല്ലാം ചീത്തയാക്കിയത് ദൈവമാണ്. അത്ഭുതങ്ങൾ കണ്ട് വിശ്വസിച്ചവർ അത്ഭുതങ്ങൾ ഇല്ലാതെയാകുമ്പോൾ മാഞ്ഞു പോകും. വിശ്വാസം എന്നുള്ളത് എന്താണെന്ന് ആദ്യം തിരിച്ചറിയാൻ പഠിക്കണം. എന്താണ് വിശ്വാസം? എന്തിനെയാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എന്നുള്ളൊരു വാക്ക് ഒരാളെ വിശ്വസിക്കലല്ല. വിശുദ്ധമായി ശ്വസിക്കുക എന്നാണ്. നമുക്ക് ജീവിക്കാൻ, നമ്മൾ ഈ ലോകത്ത് ജനിച്ചാൽ നമുക്ക് ജീവിക്കണം. ജീവിക്കാൻ നമുക്ക് പണം വേണം. പണം കിട്ടണമെങ്കിൽ ജോലി ചെയ്യണം. ജോലി ചെയ്യാൻ നമുക്ക് ആരോഗ്യം വേണം. ആ ആരോഗ്യത്തിന് ആഹാരം വേണം. ആ ആഹാരം നമുക്ക് കഴിക്കണമെങ്കിൽ
നമുക്ക് ജീവനും വേണം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നിലനിർത്തേണ്ട ഒന്നാണ് ജീവൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഓക്സിജൻ, ആ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചലിക്കുന്നത്. നമ്മുടെ വാഹനങ്ങൾ ചലിക്കുന്നത് ഇന്ധനങ്ങൾ കൊണ്ടാണ്. ആ ഇന്ധനം പോലും ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് വല്ലതും എടുത്തിട്ടല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ദൈവത്തിൻ്റെ ചോദ്യം. ദൈവത്തെ നിഷേധിക്കുന്നവരും പരിഹസിക്കുന്നവരും അതുപോലെ വിശ്വസിക്കുന്നവർ ചിന്തിക്കുക. പരിഹാസികളെ ഈ ലോകത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ആ ഒരു കൂട്ടരുണ്ട്. യഥാർത്ഥത്തിൽ പരിഹാസികൾ വിശ്വാസികളുടെ ഏജന്റുമാരാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു വിശ്വാസിയെ ലോകം മുഴുവനും അറിയിപ്പിക്കുന്നത് ഈ അവിശ്വാസികളാണ്. കാരണം ഒരു വിശ്വാസിക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പബ്ലിസിറ്റി കമ്പനിയാണ് ഈ നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെ. കാരണം മറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കാതെ എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും മുറിവുകൾ പറഞ്ഞുകൊണ്ട്. ഇന്നത്തെ മാർക്കറ്റിംഗ് അങ്ങനെയാണല്ലോ, നെഗറ്റീവ് പറഞ്ഞുകൊണ്ടുള്ള മാർക്കറ്റിങ്ങുകളാണ് നടക്കുന്നത്. ഇത്തരം മാർക്കറ്റിംഗ് ഒക്കെ വളരെ ഭംഗിയായി വിജയിക്കുന്നുമുണ്ട്. ഓരോ കമ്പനികളും ഓരോ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവരവരുടെ ബിസിനസ് വലിയ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി കോടികൾ മുടക്കി മാർക്കറ്റിംഗ് ചെയ്യുന്നത് പോലെ അവിടെ കോടികൾ മുടക്കണം. എങ്കിലൊരു സത്യവാദിക്ക് അയാളെ ലോകം മുഴുവനും അറിയാനായിട്ട് കോടികൾ മുടക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന് പബ്ലിസിറ്റി കൊടുക്കാൻ ഈ നിരീശ്വരവാദികളുണ്ട്. മാക്സിമം അവർ ബൂസ്റ്റപ്പ് ചെയ്യും ഇവരെക്കുറിച്ചിട്ട്. പരിഹാസികൾ അവരോടൊപ്പം കൂടും, വിശ്വാസികൾ ഇവരോടൊപ്പം കൂടും. ഒരു പബ്ലിസിറ്റി കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ ആ പരസ്യത്തിൻ്റെ വക്താക്കളായി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരെ പോലെ പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ ആ സ്ഥാപനത്തിലേക്ക് ആളുകൾ വരികയും എങ്കിൽ അവർ പബ്ലിസിറ്റി കൊടുക്കുന്ന വിഷയം എന്താണോ അത് വാങ്ങാൻ ധാരാളം ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കഥ പോലെയാണ് ഈ പറയുന്ന നിരീശ്വരവാദി എന്ന് പറയുന്ന പബ്ലിസിറ്റിയും വിശ്വാസി എന്ന് പറയുന്ന മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള അവരുടെ ആ ഒരു യാത്രയ്ക്ക് ലോകം മുഴുവനും അവരെ അറിയിപ്പിക്കുന്നത് ഈ നിരീശ്വരവാദികളാണ്. അതിന് കോടികൾ ചെലവാക്കേണ്ട കാര്യമില്ല, അവർ ഫ്രീ ആയിട്ടിരുന്ന് തന്നെ പറഞ്ഞോളും. അപ്പം അതുകൊണ്ട് വിശ്വാസികൾ ഇത്തരം ആളുകളിലേക്ക് എത്തപ്പെടുകയും അവരെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. എങ്കിൽ പബ്ലിസിറ്റി കമ്പനിയിൽ ജോലി എടുക്കാൻ പോകുന്നവർ അവിടെ ജോലി വേക്കൻസി തേടി അവരുടെ കൂടെ കൂടി അവനും ഒരു പരിഹാസ കഥാപാത്രമായി മാറുമ്പോൾ ഈ വിശ്വാസി കൂടുതൽ ശക്തിവാനായിക്കൊണ്ട് നിലകൊള്ളുന്ന കാഴ്ചയാണ് ഈ ലോകം തുടങ്ങിയ കാലം മുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൂസാ നബിയുടെ കഥ പറഞ്ഞത്. കാരണം എത്ര വലിയ അഹങ്കാരം കാണിച്ചാലും ഒരിക്കൽ മുങ്ങിച്ചാകും. എങ്കിൽ മൂസയുടെ ആ ജീവിതം ഇന്നും മായാതെ നിലകൊള്ളുന്നു. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സത്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ അത് മനസ്സിലാക്കുകയും പരിഹാസികൾ വിശ്വാസിയുടെ ഏജന്റുമാരാണ്, പബ്ലിസിറ്റി കൊടുക്കുന്ന ഏജന്റുമാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സംവാദത്തിന് പോകാതിരിക്കുക. കാരണം നാം അവർക്ക് എത്ര താക്കീത് നൽകിയാലും അവർ അനുസരിക്കുകയില്ല. അവരെ കണ്ണും കാതും മുദ്ര വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ അവരിൽ നിന്ന് പിന്തിരിയുക. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് നാം അവരോട് എന്തെല്ലാം പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അത്തരം പബ്ലിസിറ്റിയിലേക്ക് കടന്നുകൂടിയ മറ്റു ചില ആളുകളുമുണ്ട്. ഏകനായ ദൈവത്തെക്കുറിച്ച് പറയുകയും ഏകനായ ദൈവമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുകയും എല്ലാ മതങ്ങളെയും ആക്ഷേപിക്കുന്ന തരത്തിൽ മുസ്ലിം വേഷധാരികളായ ഈ കൂട്ടർ എല്ലാവരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു സമുദായത്തിനിടയിലും മൊത്തം മുസ്ലിങ്ങളെ പോലും സംശയിക്കുന്ന തരത്തിലേക്ക് ഈ ഇടക്കാലത്ത് കടന്നു വന്ന പുത്തംവാദികൾ അവർ പ്രചരിപ്പിക്കുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് തൊപ്പിവെച്ചവരെല്ലാം മുസ്ലിങ്ങളാണെന്ന് കരുതിക്കൊണ്ട് ഒരറിവുമില്ലാത്ത സാധാരണക്കാരായ മറ്റു സഹോദരങ്ങൾ
ഈ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും അവരുടെ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നല്ലവരായ മുസ്ലിങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റാതെ ആകെ കൺഫ്യൂഷനായിക്കൊണ്ട് മൊത്തത്തിൽ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും തിരിച്ചറിയണം ആരാണ് യഥാർത്ഥ പരിഹാസി, ആരാണ് യഥാർത്ഥ മുസൽമാൻ. അങ്ങനെ ഒരു യഥാർത്ഥ മുസൽമാൻ ആരെയെങ്കിലും വേദനിപ്പിക്കുമോ? കാലഘട്ടങ്ങൾക്ക് മുമ്പേ ഓരോ കാലഘട്ടത്തിലും ഓരോ രാജാക്കന്മാരും ഓരോ മതപരിവർത്തകരും പല രീതിയിലുള്ള ആളുകളും പലരോടും യുദ്ധം വെട്ടി തന്നെയാണ് എന്തിനേറെ ഈ ഇന്ത്യ രാജ്യം പോലും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ ആഗസ്റ്റ് മാസത്തിൽ 15-ാം തീയതി കൊടിയുയർത്താൻ ധാരാളം ആളുകൾ വരും. എല്ലാ മതവിഭാഗങ്ങളും അതിൽ കൂടും. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സ്വാതന്ത്ര്യം എന്നുള്ളൊരു വാക്ക് നേടിയെടുത്തത് ഒരു വലിയ യുദ്ധത്തിലൂടെയാണ്. അപ്പം എന്നതുപോലെ ഓരോ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഓരോ മതങ്ങളും ഇവിടെ രൂപം പ്രാപിച്ചത് ഇതുപോലെയുള്ള കുറേ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ്. അത് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ആ ഇന്ത്യയിൽ നാമൊക്കെ ജീവിക്കുന്നു. എങ്കിൽ ഇനിയും നമ്മൾ യുദ്ധം നടത്തണോ ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട്? ആരോട്? അപ്പം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നല്ല നിലയിൽ ജീവിക്കാനും വരും തലമുറക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുമൊക്കെയാണ്. പക്ഷെ ഇന്ന് ആ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിച്ചെങ്കിൽ മറ്റൊരു തരത്തിലുള്ള യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം യുദ്ധങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ദൈവമൊന്ന് കുപിതനായിക്കൊണ്ട് ഉരുൾപൊട്ടലിലൂടെ, പ്രളയത്തിലൂടെ, അങ്ങനെ പലതരം സംഭവവികാസങ്ങളിലൂടെ നമ്മളെ ഒന്നിപ്പിക്കും. ആ ഒരുമ അത് മാറിയാൽ ആ ഒരുമ കളയാതെ ഒരുമയോടുകൂടി ഇരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എങ്കിലേ ഈ നാട് നന്നാവൂ. ദൈവം നാമേവരെയും നന്നാക്കി തരട്ടെ, നല്ല മനസ്സ് തരട്ടെ, തിരിച്ചറിയാനുള്ള കഴിവ് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.